ഞങ്ങളപ്പോൾ ഒന്ന് തൃശ്ശൂർ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ ചേച്ചിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ചേച്ചിയും ചേട്ടനും കുട്ടികളും ഷാനുവേട്ടനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ വെച്ചിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ ജസ്റ്റ്. അങ്ങനെ തൃശ്ശൂരൊക്കെ എത്തിയിട്ടോ. തൃശ്ശൂർ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്കാട്ടോ പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങൊക്കെ നോക്കി നോക്കി ലാസ്റ്റ് റൂഫ് ടോപ്പ് വരെ എത്തിയിട്ടോ അവിടുത്തെ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ ഉണ്ണീനെ സ്ട്രോളറിലൊക്കെ എത്തിയിട്ട് ഞങ്ങൾ അവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ മെല്ലെ മുകളിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാട്ടോ പോയത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ നോക്കിയിട്ട് നടക്കുമായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സീറ്റൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഏത് ഫുഡാണ് കഴിക്കേണ്ടതൊക്കെ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടത് വേഗം തന്നെ വാങ്ങിക്കൊടുത്തിട്ടോ. അല്ലെങ്കിൽ അവർ ഞങ്ങളെ നേരം പോലെ ഇരുത്താൻ സമ്മതിക്കില്ല അവിടെ. അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടതും മെല്ലെ മെല്ലെ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡും വന്നു. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ല ഫുഡായിരുന്നു, നൈസായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കലായിട്ട് ഞങ്ങൾ നേരെ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ചേച്ചിയും ഞാനും കൂടിയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ചേട്ടനും ഫ്രണ്ടും എല്ലാം കൂടി അവർ വേറെ ഷോപ്പിലേക്ക് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ